ഹലോ ഗുഡ് മോർണിംഗ്. ഇന്ന് ഫ്രൈഡേ ആണ്. വീക്കെൻഡ് ടെൻഷൻ ഫ്രീ ആയി എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ന് കുറേ പണികൾ ചെയ്ത് തീർക്കാനുണ്ട്. അപ്പോൾ വേഗം തന്നെ ലെറ്റസ് ബിഗിൻ ദ ഡേ. Hi, I'm Shashank Bhargav and you're listening to Three Things, the Indian Express news show. In this episode, we talk about political violence taking place between the TMC and the BJP in West Bengal. We also talk about new guidelines regarding treating and managing type 1 diabetes. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് കേൽ സ്മൂതി ആണ്. ഞാൻ സ്മൂതി പ്രിഫർ ചെയ്യണ എനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഒളിപ്പിച്ച് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. ലൈക്ക് ദിസ് കേൽ ലീവ്സ് നല്ല ന്യൂട്രീഷനുള്ള ഒരു ക്രൂസിഫറസ് ലീഫാണ്. എൻ്റെ ഹെൽത്തി ഹാബിറ്റ്സ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫീമെയിൽസിൻ്റെ ഹെൽത്തിന് ക്രൂസിഫറസ് വെജിറ്റബിൾസ് ഡെയിലി കഴിക്കുന്നത് നല്ലതാണ്. ലൈക്ക് ക്രൂസിഫറസ് എന്ന് പറയുമ്പോൾ കോളിഫ്ലവർ, ബ്രൊക്കോളി, ക്യാബേജ്, കേൽ ലീവ്സ് എക്സെട്ര. കേൽ ലീവ്സ് നല്ല കർലി ആൻഡ് തിക്ക് ആയിട്ടുള്ള ലീവ്സ് ആണ്. അതുകൊണ്ട് തന്നെ നന്നായിട്ട് തിരുമ്പി കഴുകി ക്ലീൻ ചെയ്യണം. ഇതിൽ മെയിനായിട്ട് ഞാൻ യോഗേർട്ടാണ് സ്മൂതിക്ക് വേണ്ടി ചേർക്കണത്. ആൻഡ് ഈ സ്മൂതീനെ ടേസ്റ്റി ആക്കണ ഒരു കാര്യമാണ് ബനാന. എന്ത് കയ്പുള്ള കാര്യത്തിലും ബനാന ഇട്ട് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ടേസ്റ്റാണ്. സോ ബനാന ഈസ് എ സേവിയർ. ഇത് UAയിലെ സ്ട്രോബെറീസ് കണ്ടോ, എന്ത് കുട്ടി കുട്ടിയാലേ. ഇത് ഞാൻ 4 to 5 ഇടുന്നുണ്ട്. ഞാനിപ്പോൾ കേൾക്കുന്ന പുസ്തകത്തിൻ്റെ പേരാണ് ഇക്കിഗായ്. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഒരു നല്ല സെൽഫ് ഹെൽപ്പ് ബുക്ക് കേൾക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇക്കിഗായ് വായിക്കാം. ഈ പുസ്തകം വായിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. കുറച്ച് പാർട്സ് ആയിട്ട് വായിക്കുക, നമ്മുടെ ഡെയിലി ലൈഫിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ശ്രമിക്കാം. റീസെൻ്റ്ലി വായിച്ച ഒരു പോയിൻ്റാണ് ഹാരാഹാച്ചി ബു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിൽ യുവർ ബെല്ലി ടു 80%. ഇങ്ങനത്തെ ചെറിയ ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ള ഇൻസൈറ്റ്സ് ഇവർ പറയുന്നുണ്ട്. ഈ പറയുന്ന ആൾക്കാർ 100 വർഷത്തിനേക്കാളും കൂടുതലും ജീവിച്ച ആളുകളാണ്. ഞാൻ ഈ പുസ്തകത്തിന്റെ സമ്മറി വായിക്കുന്നത് കുക്കു FM ആപ്പിലൂടെയാണ്. ഞാൻ കുക്കു FM ആപ്ലിക്കേഷൻ വെച്ചിട്ട് പോഡ്കാസ്റ്റ്, പുസ്തക സമ്മറികളൊക്കെ കേൾക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇക്കിഗായ് പോലത്തെ നല്ല കുറെ സെൽഫ് ഹെൽപ്പ് പുസ്തകങ്ങൾ കേൾക്കണം എന്നുണ്ടെങ്കിൽ കുക്കു FM ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാം. ഇതിലെ ബെസ്റ്റ് പാർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ജസ്റ്റ് പ്ലഗ് ഇൻ ആൻഡ് ഓൺ ദ ഗോ ആയിട്ട് നമുക്ക് കേൾക്കാൻ പറ്റും. നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുന്നുണ്ടെങ്കിൽ എൻ്റെ ഈ ഒരു കൂപ്പൺ കോഡ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. AWS50 എന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ 399 റുപ്പീസിലുള്ള ഇയർലി സബ്സ്ക്രിപ്ഷൻ നിങ്ങൾക്ക് 199 റുപ്പീസ് ആയിട്ട് കിട്ടും. സോ ഡെഫിനറ്റ്ലി ഡൗൺലോഡ് കുക്കു FM ആപ്ലിക്കേഷൻ ആൻഡ് എൻജോയ് ലിസ്ണിംഗ് ടു ഗുഡ് ബുക്സ്. ഞാൻ റീസെൻ്റ്ലി ആണ് ഗ്ലാസ് സ്ട്രോ വാങ്ങിച്ചത്. ഇതിൻ്റെ ആമസോൺ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ഞാൻ കേൽ ലീവ്സ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ക്ലീനായി കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി ഇതിനെ നന്നായിട്ട് സാലഡ് സ്പിന്നർ വെച്ചിട്ട് എല്ലാം കളയാം. കുറച്ച് നേരം ഇങ്ങനെ പുറത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഡ്രൈ ആയി കിട്ടും. എന്നിട്ട് നമുക്ക് സ്റ്റോർ ചെയ്യാം. ഞാൻ റീസെൻ്റ്ലി സ്റ്റാർട്ട് ചെയ്തൊരു ട്രിക്ക് കാണിച്ചു തരാം. ഞാൻ കാസ്റ്റ് അയണിനെ കുറച്ച് സമയം ചൂടാക്കാണ്. എന്നിട്ട് അതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഹെയർ ഓയിൽ അതൊരു സ്റ്റെയിൻലെസ് സ്റ്റീൽ പാത്രത്തിൽ എടുക്കുകയാണ്. ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്ന ഹെയർ ഓയിൽ കോട്ടക്കലിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളൊരു ഹെയർ ഓയിൽ ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ എക്സ്ട്രാ വെർജിൻ ഓലിവ് ഓയിൽ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. കാസ്റ്റ് അയൺ അധികം ചൂടാക്കേണ്ട ആവശ്യമില്ല, കുറച്ച് ചൂടാക്കുക. എന്നിട്ട് ഈ ഒരു സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ പാത്രം അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം. സോ ഇതൊരു നമ്മൾ സിസ്ലിംഗ് ബ്രൗണി ഒക്കെ കഴിച്ചിട്ടില്ലേ, ആ ഒരു മെത്തേഡ് വെച്ചിട്ടാണ് ഞാനിത് ചെയ്യണത്.
കാസ്റ്റ് അയൺ ആയതുകൊണ്ട് തന്നെ എണ്ണ കുറേ നേരത്തേക്ക് ചൂടായിട്ട് തന്നെ ഇരിക്കും. പക്ഷെ മേക്ക് ഷുവർ ചെയ്യാൻ കാസ്റ്റ് അയൺ കണ്ടമാനം ചൂടാക്കേണ്ട ആവശ്യമില്ല, കാരണം അത്രയ്ക്കും ചൂട് നമ്മുടെ സ്കാൽപ്പിന് നല്ലതല്ല. അപ്പം സാധാരണയായിട്ട് ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യുന്നതിനേക്കാളും ബെറ്റർ ആയിട്ട് ഇങ്ങനെ ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ ഇത് കപ്പിൾ ഓഫ് വീക്സ് ആയിട്ട് ചെയ്യുന്നുണ്ട്. നല്ല റിലാക്സിങ് ഫീൽ ആണ് ഫോർ അവർ ഹെഡ്. ദ കോട്ടേജ് ഫെയറി എൻ്റെ ഫേവറേറ്റ് യൂട്യൂബ് ചാനലാണ്. എനിക്കിങ്ങനെ ബ്യൂട്ടിഫുൾ ആയ നേച്ചർ, വില്ലേജ് ഇതൊക്കെ കാണാൻ നല്ല ഇഷ്ടമാണ്. നിങ്ങൾക്ക് സിറ്റി ആണോ വില്ലേജ് ആണോ ഏറ്റവും കൂടുതൽ ഇഷ്ടം? എനിക്ക് സ്ലോ പേസ്ഡ് ആയിട്ടുള്ള സ്ഥലങ്ങളാണ് കൂടുതൽ ഇഷ്ടം. അതുകൊണ്ടായിരിക്കണം എനിക്ക് അബുദാബി കൂടുതൽ ഇഷ്ടപ്പെട്ടത് റാദർ ദാൻ ദുബായ്. അബുദാബിയിലെ പ്രത്യേകത എന്ന് പറയുമ്പോൾ നമ്മൾ 5 മിനിറ്റ് ഡ്രൈവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു പാർക്കിലോ ബീച്ചിലോ നമ്മൾ എത്തും. വീക്കെൻഡ്സ് ആയാൽ പോലും കടയിൽ പോയിട്ടുണ്ടെങ്കിൽ ഒട്ടും ലൈൻ ഉണ്ടാവാറില്ല. ഹറി വറി ഇല്ലാത്ത ഒരു സ്ഥലമാണ് അബുദാബി. ഹായ്, ഞാൻ മുടിമല്ലേ നന്നായിട്ട് ഇങ്ങനെ എണ്ണ കുളുക്കിട്ട് വെച്ചിരിക്കുകയാണ്. എൻ്റെ ഹെയർ ലോസ് നന്നായിട്ട് ആവുന്നുണ്ട്. ഞാൻ പിന്നെ കുറേ എൻ്റെ റീസെൻറ്റ് വീഡിയോസിൽ ചോദിക്കുന്നുണ്ടായിരുന്നു ഞാൻ വെജിറ്റേറിയൻ ഫുഡ് കഴിക്കുന്നത് നിർത്തി വന്നത്. അതല്ല, ഞാൻ 2 വർഷമായിട്ട് പ്യുവർ വെജിറ്റേറിയൻ ഫുഡാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു 2 ഇയേഴ്സിൽ കുറച്ചൊക്കെ ഹെയർ ലോസ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ അത് സാധാരണ എൻ്റെ ഡയറ്റ് ചേഞ്ച് ആയതുകൊണ്ടായിരിക്കാം ഹെയർ ലോസ് ആവണത് എന്ന് ഞാൻ വിചാരിച്ചു. ഞാൻ അത്രയ്ക്കും ശ്രദ്ധ കൊടുത്തില്ല. പിന്നെ ലാസ്റ്റ് ടൈം ഞാൻ ഇന്ത്യയിൽ പോയപ്പോൾ എൻ്റെ ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ചെയ്തു. അപ്പോൾ അതിൽ വന്നത് എൻ്റെ ക്രിയാറ്റിനിൻ കണ്ടൻറ്റ് വളരെ കുറവാണ് എന്നതാണ്. ഡോക്ടറിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഡയറ്ററി ഇത് വെച്ചിട്ട് മോഡിഫിക്കേഷൻ ചെയ്തിട്ട് നമുക്ക് ഇതെല്ലാം ശരിയാക്കാൻ പറ്റുമെന്ന് പറഞ്ഞത്. അപ്പോൾ പറഞ്ഞത് പ്രോട്ടീൻ കഴിക്കുക എന്നതാണ്, ചിക്കൻ, ഫിഷ് ഇതെല്ലാം കഴിക്കുക എന്നാണ് പറഞ്ഞത്. അപ്പോഴാണ് ഞാൻ ഡോക്ടറിനോട് പറയുന്നത് ദാറ്റ് ഞാനിങ്ങനെ വെജിറ്റേറിയൻ ആയിരുന്നു 2 വർഷം. അപ്പോൾ ഡോക്ടർ സജസ്റ്റ് ചെയ്തതെന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലും ഡയറ്റ് ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ട്രാൻസിഷൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. സ്ലോലി ചേഞ്ച് ചെയ്യാനായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. സോ നമുക്കൊരു സർവൈവൽ ഇൻസ്റ്റിങ്ക്റ്റ് ഉണ്ടാവില്ലേ. ഞാൻ ഈ ബ്ലഡ് റിസൾട്ട് കണ്ടപ്പോൾ ഐ ലിറ്ററലി പാനിക്ഡ് ആൻഡ് ഐ വാസ് ലൈക്ക് ഐ എം ഗോയിങ് ബാക്ക് ടു ഈറ്റിംഗ് ചിക്കൻ ആൻഡ് ഫിഷ്. സോ അങ്ങനെ നമ്മളിപ്പോൾ ആഴ്ചയിൽ ഒരു പ്രാവശ്യം ചിക്കൻ അല്ലെങ്കിൽ ഫിഷ് നമ്മൾ കഴിക്കുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം എനിക്ക് എടുത്തു പറയാനുള്ളത്, 2 വർഷം മുമ്പ് ഞാൻ എങ്ങനെയായിരുന്നു, എനിക്ക് നോൺ വെജ് എന്ന് പറയുമ്പോൾ ഒരു ആർത്തി പോലെ ആയിരുന്നു. അങ്ങനത്തെ ഒരു എന്താ പറയുക ആർത്തി എനിക്കിപ്പോൾ ഇല്ല. ഇപ്പോൾ വളരെ എനിക്കൊരു ലിമിറ്റഡ് എമൗണ്ട് കിട്ടിയാലും ഞാനത് എൻ്റെ ഡയറ്റിന് വേണ്ടിയിട്ടാണ് എന്ന് വിചാരിച്ചിട്ടാണ് കഴിക്കുന്നത്. സോ ദാറ്റ് ഈസ് വാട്ട് ഇറ്റ് ഈസ്. ഈ എന്തായാലും മുടിയിൽ എണ്ണ തേച്ചത് കൊണ്ട് 2 hours നമ്മൾ ഡീപ്പ് ഫോക്കസ് ആയിട്ട് വർക്ക് ചെയ്യാൻ പോവാണ്. സോ മെയിൻ വർക്ക് എന്ന് പറയുന്നത് ഒരു ഫിനാൻസ് സ്ക്രിപ്റ്റ് എഴുതണം, എഡിറ്റിംഗ് ചെയ്യണം. പിന്നെ എപ്പിഡമിക് മ്യൂസിക് ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരുന്നു അവരുടെ സർവീസ്. അതെടുത്തിട്ട് പോലും എനിക്ക് ഒരു കോപ്പിറൈറ്റ് ഇഷ്യൂ വന്നു. അപ്പോൾ എൻ്റെ ഒരു വീഡിയോൻ്റെ കംപ്ലീറ്റ് പൈസ പോയി. കോപ്പിറൈറ്റ് ഇഷ്യൂ വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ വരും. അപ്പോൾ അവരായിട്ട് ഞങ്ങൾ ഇമെയിലായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ്. വി ആർ ട്രൈങ് ടു ഫൈറ്റ് ഫോർ അവർ മണി. ഞാൻ ഇവിടെ നോക്കുന്നത് വെച്ചാൽ എവിടെയാണ്, ഇങ്ങനെ ഒരു സ്റ്റിക്കി നോട്ടിലാണ് ഞാൻ കാര്യങ്ങളെല്ലാം എഴുതി വെച്ചിരിക്കണേ. പിന്നെ ലാസ്റ്റ് മന്ത് ഒരു സ്റ്റോക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ബാങ്ക് മാൻഡേറ്റ് ഇൻക്രീസ് ചെയ്യണം. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പം ഞാനിത് ചെയ്യാൻ പോകുന്നത്. മോസ്റ്റ് ഓഫ് മൈ അഡ്മിൻ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി കുളിച്ച് ഫ്രഷ് ആവാം. ഇപ്പോൾ സമ്മേഴ്സ് അല്ലേ, അപ്പോൾ എനിക്ക് ഇങ്ങനത്തെ ഫ്ലോറൽ ആൻഡ് സമ്മറി ടോപ്സ് വളരെ ഇഷ്ടമാണ്, എസ്പെഷ്യലി പഫ്ഡ് സ്ലീവ്സ്. ഇപ്പോൾ എനിക്ക് കുറച്ച് നാളായില്ലേ വർക്ക് ഫ്രം ഹോം ചെയ്ത് തുടങ്ങിയിട്ട്. എനിക്ക് ഒരു കാര്യം മനസ്സിലായി, ഞാൻ ഏറ്റവും കൂടുതൽ പ്രൊഡക്റ്റീവ് ആൻഡ് ഹാപ്പി ഫീൽ ചെയ്യുന്നത് വെൻ ഐ ഗെറ്റ് റെഡി ഫോർ മൈസെൽഫ് ആണ്. ഇപ്പോൾ കേൾ ലീവ്സ് ഒക്കെ ഒന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ടാവും. ഞാൻ ലീഫി വെജിറ്റബിൾ ബോക്സ് വാങ്ങിക്കുമ്പോൾ 2 രീതിക്കായിട്ട് സ്റ്റോർ ചെയ്യും. ഒന്ന് ഇങ്ങനെ ഉണക്കിയിട്ട് സ്റ്റെയിൻലെസ് സ്റ്റീൽ ആയിട്ടുള്ള ബോക്സിൽ ഞാൻ വെക്കും. ഫ്രിഡ്ജിലാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഇതിപ്പോൾ സാലഡിന് വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യും. സെക്കൻഡായിട്ട് ഞാൻ ഇങ്ങനത്തെ റീയൂസബിൾ ബാഗിൽ ഫ്രീസറിൽ സ്റ്റോർ ചെയ്ത് വെക്കും. അപ്പോൾ നമുക്ക് ഡയറക്റ്റ്ലി സ്മൂതീസിലൊക്കെ ആഡ് ചെയ്യാനും പറ്റും. അപ്പോൾ ഇങ്ങനത്തെ ലീഫി വെജീസ് ഒട്ടും തന്നെ വേസ്റ്റ് ആവാതെ നമുക്ക് ഫുള്ളായിട്ട് യൂസ് ചെയ്യാനും പറ്റും.
ലഞ്ച് ടൈമായി കുറച്ച് മാസം മുന്നേ ഐ തിങ്ക് ഏപ്രിൽ ഓർ മെയ് എനിക്ക് ബേൺ ഔട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ആൻഡ് ഹൗസ് ഹോൾഡ്സ് ചെയ്തിട്ട് ടയേർഡ് ആവുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് കേട്ട് എനിക്ക് കുറേ ആളുകൾ യൂസ്ഫുൾ ടിപ്സ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാം മെസ്സേജ് വഴി. താങ്ക് യു സോ മച്ച്. അതിൽ നിന്നിട്ട് ഒരു ദുബായിൽ ജോലി ചെയ്യുന്ന ചേച്ചി പറഞ്ഞ ഒരു ടിപ്പാണ് ഞാൻ ഇപ്പോൾ കണ്ണടച്ച് ഫോളോ ചെയ്യുന്നത്. സൺഡേ ടു തേഴ്സ്ഡേ രാത്രി ഞാൻ ലഞ്ച് പ്രിപ്പയർ ചെയ്ത് വെക്കും, വിശാലിന് ലഞ്ച് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടും എൻ്റെ ലഞ്ചും. പിന്നെ കറികൾ വെക്കുന്ന സമയത്ത് കൂടുതൽ വെക്കും ആൻഡ് 2 പാത്രങ്ങളിലായിട്ട് ഞാൻ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യും. അങ്ങനെ ചെയ്യുമ്പോൾ കറികൾ കേടാവാനായിട്ടുള്ള ചാൻസസും കുറവാണ്. ഇന്നത്തെ ലഞ്ച് മിക്സ്ഡ് ദാൽ മഖ്നി ആൻഡ് കൈപ്പങ്ങ ഫ്രൈ ആയിരുന്നു. ആക്ച്വലി എല്ലാ ദിവസവും ഫ്രഷ് ആയിട്ടുള്ള ഫുഡ് വെച്ച് കഴിക്കാം എന്നത് ആസ് ഓഫ് നോ വർക്ക് ആവില്ല എന്ന് മനസ്സിലാക്കി അക്സെപ്റ്റ് ചെയ്തപ്പോൾ തന്നെ കാര്യങ്ങൾ വളരെ സിമ്പിളായി. ലഞ്ച് ഈസ് ടോട്ടലി സോർട്ടഡ് നൗ ഡേയ്സ്. कितना मस्त करेला था. मैंने उसको दही के साथ खाया भी. ബൈ. ലഞ്ച് കഴിച്ച ഉടനെ തന്നെ റിവ്യൂ എക്സ്ചേഞ്ച് ആണ് വിശാലും ഞാനും. റുട്ടീൻ ആയിട്ടുള്ളൊരു കോളാണിത്. വിന്റർ സീസൺ ഫുള്ളും ബ്ലാങ്കറ്റ് കഴുകിയിട്ടില്ല. നല്ലോണം സ്വെറ്റ് മാർക്സ് ഉണ്ടായിരുന്നു. ഇന്നലെ ഞാൻ ബാത്ത് ടബിലിട്ട് ബ്ലാങ്കറ്റ് നന്നായി കഴുകിയിട്ട് ഇന്ന് ഉണക്കിയിട്ട് എടുത്തിട്ടുണ്ട്. നിങ്ങൾ ബ്ലാങ്കറ്റൊക്കെ എങ്ങനെയാണ് കഴുകണേ? എന്തായാലും ഞാൻ ഇയർലി വൺസ് മാത്രമേ ബ്ലാങ്കറ്റ് കഴുകാറുള്ളൂ. സമ്മർ ആയതിനെ കൊണ്ട് പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടി. അല്ലെങ്കിലും കുറേ നേരമൊക്കെ പുറത്തിട്ട് വെക്കാൻ പറ്റില്ല, പൊടിക്കാറ്റിൻ്റെ ബഹളാണ് പുറത്ത്. ഞാൻ ഐക്കയിൽ നിന്നിട്ട് കുറച്ച് പാൻട്രി ജാറ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് വാഷ് ചെയ്യണം. ഇതിപ്പോൾ 2 ലിറ്ററിൻ്റെ വലിയ ജാറും പിന്നെ 1/2 ലിറ്ററിൻ്റെ ജാറാണ് വാങ്ങിച്ചിരിക്കണേ. നല്ല ക്വാളിറ്റി ആണ്. ഇതിലെ ക്ലിപ്പ് സിസ്റ്റം നല്ല എയർ ടൈറ്റും ആണ്. പിന്നെ ഒരു ബ്രഷും വാങ്ങിച്ചിട്ടുണ്ട് ടു ക്ലീൻ കിച്ചൺ സിങ്ക്. ഇതിൽ സക്ഷൻ ബോട്ടമാണ് ഉള്ളത്. അപ്പോൾ ക്ലീൻ ചെയ്തതിനുടനെ തന്നെ വേഗം ഉണങ്ങിയിട്ടും കിട്ടും. ഇപ്പോൾ 4 മണി ആയിട്ടുണ്ട്. ആഫ്റ്റർനൂൺ സ്ലംപിൻ്റെ സമയമാണ്. ഉറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് യൂട്യൂബ് വീഡിയോസ് കാണാണ്. നിങ്ങളുടെ ഫേവറേറ്റ് മലയാളം യൂട്യൂബേഴ്സ് ആരൊക്കെയാണ് സജസ്റ്റ് ചെയ്യുക. ഞാനിപ്പോൾ റീസെൻ്റ്ലി കാണുന്നത് സ്വപ്നാസ് വണ്ടർലാൻഡിലെ വീഡിയോസാണ്. മുംബൈനെയൊക്കെ മിസ് ചെയ്യുമ്പോൾ ഞാൻ അവരുടെ വീഡിയോസ് കാണും. നല്ല ഇഷ്ടമാണ് അവരുടെ സംസാരിക്കുന്ന രീതിയും അതേപോലെ തന്നെ ബോംബെ ഷൂട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ. ഈവനിങ് ഞാൻ ഒരു 1 hour വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. ഇന്ന് ചെയ്യുന്നത് സുംബയാണ് വിത്ത് ദീപ്തി. ഇത് ഡാൻസ് വിത്ത് ദീപ്തി എന്നൊരു യൂട്യൂബ് ചാനലിലൂടെയാണ് ഞാൻ വർക്കൗട്ട് ചെയ്യുന്നത്. ഈവനിങ് വർക്കൗട്ട് ചെയ്യുമ്പോൾ രാത്രി വേഗം തന്നെ ടയേർഡായി ഉറക്കം വരും. നല്ല ഉറക്കം, നല്ല ഡീപ്പ് സ്ലീപ്പാണ് കിട്ടുന്നത്. വീക്കെൻഡ് സാറ്റർഡേ സൺഡേ ഒട്ടും തന്നെ വർക്കൗട്ട് ചെയ്യാറില്ല. ഫുൾ ടൈം കൗച്ച് പൊട്ടാറ്റോ ആണ് നമ്മൾ. അപ്പോൾ ഫ്രൈഡേ വർക്കൗട്ട് ചെയ്യുന്നത് മാൻഡറ്ററി ആണ് ടു ഫീൽ ലെസ് ഗിൽറ്റി. ഇന്നത്തെ ഡിന്നർ ഫ്രൈഡ് പനീർ സാലഡാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കോൺ എടുക്കുന്നുണ്ട്. അത് ഞാൻ ബോയിൽ ചെയ്യാൻ പോവാണ് മൈക്രോവേവിൽ. ഞാൻ കുറച്ച് പനീർ ക്യൂബ്സ് എടുത്തിട്ട് അതിൽ പിസ്സ മസാല ആഡ് ചെയ്യാണ്. പിന്നെ കുറച്ച് എണ്ണ ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്യാണ്. ആൻഡ് നമ്മുടെ കാസ്റ്റ് അയൺ തവയിൽ ചൂടാകുമ്പോൾ തന്നെ നമുക്കിത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഇനി നമുക്ക് വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്യാം. കട്ട് ചെയ്തിട്ടുള്ള വെജിറ്റബിൾസ് എല്ലാം ആഡ് ചെയ്യാൻ. മെയിൻലി ആഡ് ചെയ്യുന്നത് കുക്കുംബർ, ബോയിൽഡ് കോൺ ആൻഡ് ലെറ്റ്യൂസ് ലീവ്സ് ആണ് റോ ആയിട്ട് ആഡ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് ഈ ഫ്രൈ ചെയ്തിട്ടുള്ള പനീർ ആദ്യം ഫ്രൈ ആയിട്ടുണ്ടെങ്കിൽ സൈഡിൽ വെക്കാം. ആൻഡ് ഞാൻ
ക്യാരറ്റിനെ കുറച്ച് സ്റ്റിർ ഫ്രൈ ചെയ്യുന്നുണ്ട്. ഉള്ള ഓയിലും മസാലയും വെച്ചിട്ടാണ് ചെയ്യുന്നത്. നമ്മൾ ക്യാരറ്റിനെ സ്റ്റിർ ഫ്രൈ ചെയ്യുമ്പോഴാണ് ആക്ച്വലി ഉള്ള ഇതിന് സ്വീറ്റ്നെസ് കിട്ടുന്നത്. നല്ല ടേസ്റ്റിയാണ് സാലഡിൽ ആഡ് ചെയ്യുമ്പോൾ. നമുക്ക് സാലഡിന് ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് ലെമൺ ജ്യൂസ്, പെപ്പർ ആൻഡ് സോൾട്ട് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. നമ്മളിത് സെർവ് ചെയ്യുന്ന സമയത്താണ് ഇതിൻ്റെ മുകളിൽ നമ്മൾ ഫ്രൈ ചെയ്തിട്ടുള്ള പനീറും ക്യാരറ്റും ആഡ് ചെയ്യുന്നത്. അപ്പോൾ നല്ല ക്രഞ്ചി ആയിട്ടുള്ളൊരു സാലഡാണിത്. നിങ്ങൾ ഡെഫിനറ്റ്ലി ട്രൈ ചെയ്ത് നോക്കാം. ഏത് മസാല നിങ്ങൾക്കാണ് ഇഷ്ടം അത് ആഡ് ചെയ്യാം. ഞാനിവിടെ പിസ്സ മസാലയാണ് ആഡ് ചെയ്തത്. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും മസാലാസ് വീട്ടിലുണ്ടെങ്കിൽ അതും ആഡ് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. വിശാലിന് ഡീഹൈഡ്രേഷൻ ഫീൽ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വേഗം തന്നെ ഒരു ലെമനേഡ് ഉണ്ടാക്കി. UAE സമ്മേഴ്സ് എന്ന് പറയുമ്പോൾ വളരെ ഡ്രൈ വെതറാണ്. ഒന്നില്ലെങ്കിൽ നമ്മൾ ഈസിയിലായിരിക്കും, അല്ലെങ്കിൽ പുറത്തിങ്ങനെ ഡ്രൈ ക്ലൈമറ്റ് ആയിരിക്കും. ഇന്ത്യയിലെ പോലെ ഇവിടെ നമുക്ക് വിയർക്കുന്ന ഒരു സമ്മർ അല്ല, വളരെ ഡ്രൈ ആയിട്ടുള്ള സമ്മറാണ്. അതുകൊണ്ട് ഡീഹൈഡ്രേഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് തോന്നുന്നു ലെമനേഡ് അല്ലെങ്കിൽ ഹോം മെയ്ഡ് ആയിട്ടുള്ള സ്ക്വാഷ് ഒക്കെ വീട്ടിൽ ഉണ്ടാക്കി വെക്കേണ്ടതായിരിക്കും നല്ലത്. I hope നിങ്ങൾക്ക് എൻ്റെ ഒരു പ്രൊഡക്റ്റീവ് ഡേ ഇൻ മൈ ലൈഫ് ഇഷ്ടപ്പെട്ടു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഹാവ് എ നൈസ് ഡേ. ടേക്ക് കെയർ.